പ്രധാനപ്പെട്ട 2 മോട്ടോർ വാഹന ഭേദഗതികൾ ഇന്നു മുതൽ നിലവിൽ വന്നു. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നവർക്ക് അനുകൂലമായ മാറ്റങ്ങളാണ് നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജൻ വിശ്വാസ് ആക്ടിന്റെ ഭാഗമായാണ് നടപടികൾ. 2019 വരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ള 50 വയസ്സിൽ താഴെയുള്ളവർക്ക് 20 വർഷം കാലാവധിയുള്ള ലൈസൻസുകളാണ് നൽകിയിരുന്നത്. 2019 മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഭേദഗതി വരുത്തിയതോടെ ലൈസൻസിന്റെ ആയുസ് കൂടുകയും കുറയുകയും ചെയ്തിട്ടുണ്ട്. ലൈസൻസ് എടുക്കുന്നയാളുടെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലൈസൻസിന്റെ കാലാവധി. 2019 നിയമ ഭേദഗതിയിൽ ഒഴിവാക്കി ഗ്രേസ് പീരീഡ് പുനഃസ്ഥാപിച്ചു. ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാലും ഇനി 30 ദിവസത്തേക്ക് കൂടി അതിന് സാധുതയുണ്ട്. ഈ സമയത്തിനുള്ളിൽ പിഴയോ മറ്റു നിയമ നടപടികളോ ഉണ്ടാവില്ല. നിലവിൽ ലൈസൻസ് കാലാവധി തീരുന്നതിന് 1 വർഷം മുൻപ് വരെ ഫീസ് അടച്ച് പുതുക്കാം. എന്നാൽ പുതുക്കിയ തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതിനാൽ മുൻകൂട്ടി പുതുക്കുന്നവർക്ക് അത്രയും കാലയളവ് നഷ്ടമാകും. ഇത് ഒഴിവാക്കുന്നതിന് ലൈസൻസ് കാലാവധി തീരുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയാണ് ഇന്നു മുതൽ നടപ്പിലാക്കുന്നത്. മുൻകൂട്ടി ലൈസൻസ് പുതുക്കുന്നവർക്ക് ആശ്വാസമാണിത്. 30 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരാൾക്ക് ലഭിക്കുന്ന ലൈസൻസിന്റെ കാലാവധി ആ ലൈസൻസ് ഉടമയ്ക്ക് 40 വയസ്സ് ആകുന്നതുവരെയാണ്. അതായത് 18-ാം വയസ്സിൽ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചാൽ അത് പുതുക്കേണ്ടത് 40 വയസ്സാകുമ്പോഴാണ്. 30 വയസ്സ് മുതൽ 50 വയസ്സിൽ താഴെ വരെയുള്ള ഒരാൾക്ക് നൽകുന്ന ലൈസൻസിന്റെ കാലാവധി 10 വർഷമാണ്. അതിനുശേഷമാണ് ലൈസൻസ് പുതുക്കേണ്ടത്. മുമ്പ് ഈ പ്രായത്തിലുള്ളവർക്ക് ലഭിക്കുന്ന ലൈസൻസിന്റെ കാലാവധി 20 വർഷമായിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.